അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററിൻ്റെ പേരാണ് തൊടുവരകൾ. അപ്പം തൊടുവര അതെന്താണെന്നൊക്കെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മുടെ വൃത്തം. എന്താണ് വൃത്തം? ഒരു സെൻറ്റർ ഉണ്ടാവും വൃത്തത്തിന്, വൃത്തകേന്ദ്രം. ആ കേന്ദ്രത്തിൽ കോമ്പസ് വെച്ചിട്ട് പെൻസിൽ കൊണ്ട് ഇങ്ങനെ ചുറ്റി ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ ചുറ്റി ഒരു ക്ലോസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നതിന് ക്ലോസ്ഡ് സർഫസ് ആണല്ലേ. ഇവിടെ തുടങ്ങിയിട്ട് അവിടെ തന്നെ വന്ന് എത്തുന്നു. എന്നിട്ട് അതാണ് വൃത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ വൃത്തത്തിന് എന്താണ്? ഇതാണ് സെൻറ്റർ. സെൻറ്ററിൽ നിന്ന് ഈ വൃത്തത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് പോയാലും എന്തായിരിക്കും? ഒരേ നീളമായിരിക്കും. അതാണ് നമ്മുടെ വൃത്തത്തിൻ്റെ ആരം. പിന്നെന്താണ്? പിന്നെ വൃത്തത്തിൻ്റെ വ്യാസം. അതായത് വൃത്തത്തിൻ്റെ അറ്റത്ത് നിന്ന് വേറൊരു അറ്റത്തേക്ക് പോകുന്നു. അത് സെൻറ്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഒരു വൃത്തത്തിൻ്റെ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ തൊടുന്നു. അത് വൃത്ത കേന്ദ്രത്തിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണെങ്കിൽ അത് ആ ഒരു ലെങ്തിന് പറയുന്നതാണ് വ്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാണെന്താണ്? ഞാനെന്ന് പറഞ്ഞാൽ ഈ വൃത്തത്തിൻ്റെ ഏതെങ്കിലും രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ തൊടുന്നതാണ് ഞാണ്. അപ്പോൾ ഏറ്റവും വലിയ ഞാണാണ് നമ്മുടെ വ്യാസം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ചാപം. വൃത്തത്തിൻ്റെ ഒരു ചെറിയൊരു പാർട്ട്, ഇതാണ് ചാപം. എന്നുവെച്ചാൽ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു ലെങ്താണ് ചാപം എന്ന് പറയുന്നത്, ഈ വളഞ്ഞിരിക്കുന്ന വര. അപ്പോൾ ഇതാണ് നമ്മുടെ വൃത്തം. ഇനി നമ്മുടെ തൊടുവര. അപ്പോൾ ഒരു വൃത്തത്തിലെ ഒരു രേഖ എടുത്തു, ഒരു വൃത്തവും ഒരു രേഖയും എടുത്തു. അപ്പോൾ ഈ വൃത്തത്തിൻ്റെ രേഖ ഈ വൃത്തത്തിൻ്റെ അടുത്തൂടെ പാസ് ചെയ്ത് പോയി, ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയി. അപ്പോൾ ഈ രേഖ എന്താണ്? ഈ വൃത്തത്തെ തൊടുകയോ മുട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല, വൃത്തത്തെ മുറിച്ച് കടക്കുകയും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് അടുത്തൂടെ പാസ് ചെയ്ത് പോയുള്ളൂ. അപ്പോൾ അവനങ്ങനെ പോയി. പിന്നെ അടുത്ത ഏതാണെന്ന്? അടുത്തൊരു വേറൊരു രേഖ, ഒരു രേഖ എടുത്തിട്ട് വൃത്തത്തിനെ മുറിച്ച് കടന്നു. അല്ലേ, ഈ വൃത്തം വലിയൊരു വൃത്തമായിരുന്നല്ലേ, പാവം വൃത്തമായിരുന്നു. അപ്പോൾ ഈ രേഖ എന്ത് ചെയ്തു? ഈ വൃത്തത്തിനെ മുറിച്ച് കളഞ്ഞു. നമ്മൾ കത്തിയെടുത്തിട്ട് മുറിച്ചിട്ട് എടുക്കൂലേ, അതുപോലെ ഈ വൃത്തത്തിനെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ അവിടെ എന്തായി? അവിടെ വൃത്തത്തിൻ്റെ രണ്ട് പോയിൻ്റ് ഉണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു ബിന്ദു, ഈ ഒരു ബിന്ദു, രണ്ട് ബിന്ദുക്കളിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോഴാണ് അത് ഇതായിന്ന് പാസ് ചെയ്ത് വൃത്തത്തെ മുറിച്ച് കിടക്കുന്നത്. അപ്പോൾ വേറൊരു രേഖ. ഇനി എനിക്ക് ഒരു ബിന്ദുവിൽ കൂടി വരയ്ക്കണം, ഒരേ ഒരു ബിന്ദുവിൽ കൂടി ഒരു രേഖ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? ആ ബിന്ദുവിൽ മാത്രം ടച്ച് ചെയ്തിട്ട് അങ്ങ് പോകുന്നു, ജസ്റ്റ് തൊട്ടിട്ട് ഓടിപ്പോകുന്നു. ഇതാണ് നമ്മുടെ വൃത്തം. വൃത്തത്തിനെ എന്ത് ചെയ്തു? ഇവിടെ ഒന്ന് ജസ്റ്റ് തൊട്ടിട്ട് ഓടിപ്പോവാണ്. പിന്നെ അവിടെ നിൽക്കില്ല, നിന്നാൽ പേടിയാണ്. കാരണം പിന്നെ അവൻ ശരിയാവില്ലേ. നമ്മളിപ്പോൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പോൾ കൂട്ടുകാരെ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് തോണ്ടിയിട്ട് ഓടൂലേ നമ്മൾ കളിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും? തോണ്ടിയിട്ട് അങ്ങ് ഓടും. പിന്നെ നിന്നാൽ അവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമെന്നറിയാം. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്തു? ജസ്റ്റ് തൊട്ടിട്ട് അതുവഴി പാസ് ചെയ്തു പോയി. അതാണ് തൊടുവര എന്ന് പറയുന്നത്. ഈ ഒരു വരയ്ക്ക് പറയുന്ന പേരാണ് തൊടുവര. ഇപ്പോൾ ഈ തൊടുവര ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തൊടുവര. വൃത്തത്തിൽ എന്താണ്? ഒരു ബിന്ദുവിലൂടെയുള്ള തൊടുവര. ആ ബിന്ദുവിലൂടെ എന്താണ്? ഒരു വര ഒരു വൃത്തത്തിൽ മാത്രം തൊടുമ്പോൾ അത് തൊടുവരയാവുന്നു. ഒരു വൃത്തത്തിൽ ഒരുപാട് തൊടുവരകൾ വരയ്ക്കാം, പക്ഷേ ഒരു ബിന്ദുവിൽ കൂടി ഒരു തൊടുവര മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അന്നേരമാണ് കാരണം എന്താണ്? ഇപ്പോൾ ഒരു തൊടുവര എടുത്തു, ജസ്റ്റ് ഇതാണ് നമ്മുടെ തൊടുവര. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ബിന്ദു ഉണ്ട്. ബിന്ദുവിലൂടെ ഒരു തൊടുവര വരച്ചു. ജസ്റ്റ് ഈ ബിന്ദുവിലൂടെ ഞാൻ ജസ്റ്റ് ഒരു തൊടുവര വരച്ചു. കണ്ടോ? ഇപ്പോൾ ഈ ബിന്ദുവിൽ മാത്രമേ അത് പോയിട്ടുള്ളൂ, വേറെ ബിന്ദുവിലൊന്നുമില്ല. ഒരു ബിന്ദുവിലൂടെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ബിന്ദുവിലൂടെ ഇങ്ങനെ തൊട്ടിട്ട് പോകുന്നു, അവിടെ വേറെ ഇല്ല. ഇപ്പോൾ ഒരു വൃത്തത്തിന് എത്ര ബിന്ദുക്കളുണ്ടാവും? ഇവിടെ ഒരു ബിന്ദു ഉണ്ടാവും, ഇവിടെ ഒരു ബിന്ദു ഉണ്ടാവും, ഇവിടെ ഒരു ബിന്ദു ഉണ്ടാവും. ഇപ്പോൾ ഇതിലെ കൂടെ പാസ് ചെയ്ത് പോകണം, ഇങ്ങനെ പാസ് ചെയ്ത് പോകും. അങ്ങനെയല്ല, ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു ബിന്ദുവിലൂടെ ഒരു തൊടുവരയ്ക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഒരു ബിന്ദുവിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ബിന്ദു, അവിടെ ഒരു ബിന്ദു ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ വരച്ചാൽ അവിടെ അത് വൃത്തത്തിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വൃത്തത്തിൻ്റെ ഒരു ബിന്ദുവിലൂടെ മാത്രം തൊടുവര വരയ്ക്കാൻ പറ്റുള്ളൂ. കണ്ടല്ലേ? ഇപ്പോൾ വൃത്തത്തിന് എത്ര തൊടുവര വരയ്ക്കാം? നമ്മൾ പറയും 4, 5 എന്നൊക്കെ പറയും. പക്ഷെ അല്ല, ഇഷ്ടം പോലെ തൊടുവര വരയ്ക്കാം. ഇഷ്ടംപോലെ തൊടുവര വരയ്ക്കാം. ഒരു വൃത്തത്തിന് ഉള്ളിൽ ഒരു ബിന്ദുവിൽ ഒരു തൊടുവരയും അതുപോലെ തന്നെ
ഒരു ബിന്ദുവിന് ഒരു തൊടുവരെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതല്ലേ ഇതെങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു വൃത്തത്തിൽ കുറേ തൊടുവരെ വരയ്ക്കാം. അങ്ങനെ കുറേ ബിന്ദുക്കളില്ലേ, കുറേ ബിന്ദുക്കൾ ചേരുമ്പോഴല്ലേ നമുക്കൊരു വൃത്തമാണ്. ഇങ്ങനെ കുറേ ബിന്ദുക്കൾ, ഒരുപാട് ബിന്ദുക്കളുണ്ടല്ലേ. അപ്പോൾ എത്ര വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ ഒരു ബിന്ദുവിൽ എന്താണ് ഒരു തൊടുവരെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ തൊടുവര ഇങ്ങനെ, ഇതാണ് നമ്മുടെ തൊടുവരയും ഇതാണ് വൃത്തത്തിൻ്റെ തൊടുവര, ഇതാണ് വൃത്തത്തിൻ്റെ കേന്ദ്രം. ഇപ്പോൾ ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ തൊടുവരയിലേക്ക് ഒരു വര വരച്ചു. ഇതെന്താണ്? കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന പറയുന്ന പേര് ഇതാ ആരം. ഇതാണ് നമ്മുടെ റേഡിയസ്, ആരം ആണ്. അപ്പോൾ ഈ ആരം എന്താണ്? ഈ ഒരു തൊടുവരയെ കറക്റ്റ് ലംബമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് വരുന്നു. ഈ വരയും ഈ ആരവും എന്തായിരിക്കും? പരസ്പരം ലംബമായിരിക്കും, പരസ്പരം പെർപെൻഡിക്കുലറായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തൊടുവര, ഇതാണ് നമ്മുടെ ആരം. ഇത് തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലറായിരിക്കും. ഇപ്പോൾ ഇവയ്ക്കിടയിലുള്ള കോൺ എത്രയായിരിക്കും? കോൺ 90 ഡിഗ്രി ആയിരിക്കും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു ആരത്തിനെ ഇങ്ങനെ നീട്ടി വരച്ചാൽ എന്താണ്? അത് വ്യാസമാണ്. ഇപ്പോൾ നമുക്ക് പറയാം, ഒരു വൃത്തത്തിലെ വ്യാസം ഓർ ആരം, ഒരു വൃത്തത്തിൽ ഒരു തൊടുവര, ആ തൊടുവര പാസ് ചെയ്തു പോകുന്നു. ആ തൊടുവരയിലേക്ക് വൃത്തത്തിൻ്റെ അവിടെ നിന്ന് വരയ്ക്കുന്ന ആ തൊടുവരയുടെ ആ ബിന്ദുവിലേക്ക് വരയ്ക്കുന്ന ആരം അല്ലെ വ്യാസത്തിന് ഈ തൊടുവര എന്തായിരിക്കും? ലംബമായിരിക്കും. ഇവ തമ്മിൽ ലംബമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ കണ്ടോ ഈ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ചിത്രം വരയ്ക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു വൃത്തം വരയ്ക്കുക. ഇതുണ്ടോ, 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു ലൈന് ഇങ്ങനെ നീട്ടി വരച്ചു. എന്നിട്ട് നമുക്കറിയാം ഇവിടെ എത്രയാണ്? ഇത് 25 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഇതിപ്പം ആരം 2 സെൻറ്റിമീറ്റർ അത് വെച്ച് വരച്ചു. ഇനി അത് വേണ്ട. ഇനി വൃത്ത കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ പൊട്രാക്ടർ എടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പൊട്രാക്ടറിൽ ഇവിടുന്ന് ഇങ്ങനെ എണ്ണിയിട്ട് 65, 25, ഇവിടെ 25 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 90 ആണല്ലോ, നമുക്കറിയാമല്ലോ, മുമ്പ് പഠിച്ചു. ആരവും തൊടുവരയും തമ്മിലുള്ള കോൺ 90 ആണെന്ന്. അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ കോൺ എത്രയായിരിക്കും? ഇപ്പോൾ ഇത് ഒരു ത്രികോണത്തിൽ എല്ലാ കോണും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണ്ടേ? എല്ലാ കോണും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. 180 കിട്ടും. അപ്പോൾ ആ 180ൽ 25 ഇവിടെ പോയി, 90 ഇവിടെ പോയി. ബാക്കി എത്രയാണ് കിട്ടുന്നത്? ബാക്കി എല്ലാം പോയി കഴിയുമ്പോൾ ബാക്കി മിച്ചം എത്ര കിട്ടുന്നത്? 65 എന്ന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് 65 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുക. 65 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ബിന്ദു ഉണ്ടല്ലോ, ഈ 65 ഡിഗ്രി കടന്നു പോകുന്ന ആ ബിന്ദുവിൽ നിന്ന് 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് അത് രണ്ടും കൂടെ കൂട്ടി വരയ്ക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ചിത്രം നോട്ട്ബുക്കിലായി. ഇനി അതുപോലെ തന്നെയാണ് ഈ ഒരു ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ്? ഇത് 2.5 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തം വരയ്ക്കുക. വൃത്തം വരച്ചിട്ട് ഇവിടെ എന്താണ്? കോണൊന്നും തന്നിട്ടില്ല. എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ നിന്ന് നേരെ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഈ സെൻറ്ററിൽ നിന്ന് ഒരു 5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ ഒരു ഇത് വേണം. ഇപ്പോൾ ഈ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഒരു ഇതാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ 5 സെൻറ്റിമീറ്റർ നീളത്തിൽ വരെ വരച്ചല്ലോ. വരച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുക, 5 സെൻറ്റിമീറ്ററാണ്, ഇത് 2.5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അവിടുത്തെ വശങ്ങൾ, ഇതാണ് വലിയ വശം 5ഉം ചെറിയ വശം എത്രയാണ്? 2.5 ആണ്. അപ്പോൾ ഇത് ഏത് ഇതാണ് വരുന്നത്? വലുതും ചെറുതും വരുമ്പോൾ വലുതും നേരെ വലുതിൻ്റെ ചെറിയ വശം എന്ന് പറയുന്നത് ഇത് തമ്മിലുള്ള ബന്ധം എന്താ? വലിയ വശത്തിൻ്റെ പകുതിയാണ് ചെറിയ വശം. അങ്ങനെയുള്ളപ്പോൾ അത് ഏത് ത്രികോണമായിരിക്കും? ഏത് മട്ടത്രികോണമാണ്? 30:60:90 എന്ന് പറയുന്ന മട്ടത്രികോണമാണ്.
അപ്പോൾ ആ ഒരു മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ എത്രയാണ് 1:30 60:90. അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന വർഷങ്ങളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ത്രികോണത്തിൻ്റെ ഒന്നല്ലേ ഇവിടെ എന്ത് ചെയ്യുക, 60 ഡിഗ്രി അടയാളപ്പെടുത്തുക. 60 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഇങ്ങനൊരു ലൈൻ, ഇങ്ങനെ ഇവിടുന്ന് 60 ഡിഗ്രി ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിങ്ങനെ ആരം വരയ്ക്കുക. ഇതിവിടുന്ന് നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ ഇവിടുന്ന് 30 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ആരം വരയ്ക്കുക. ഇപ്പോൾ രണ്ടും കൂടെ ചേർന്ന് കിട്ടും. ഇനി ഇത് തന്നെ വേറൊരു രീതി പറഞ്ഞാലോ, വേറെ രീതിയിലും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ വൃത്തം വരച്ചു. വൃത്തം വരച്ചിട്ട് എന്ത് ചെയ്തു, ഈ വൃത്തത്തിന് പോയിന്റ് ആരം അടയാളപ്പെടുത്തി, 2.5 സെൻറ്റിമീറ്റർ ആരം അടയാളപ്പെടുത്തിയിട്ട് അതിന് ഒരു തൊടുവര വരച്ചു. തൊടുവരയ്ക്ക് അളവൊന്നുമില്ല, തൊടുവര ഇങ്ങനെ നീട്ടി വരയ്ക്കുക. എന്നിട്ട് ആരം ഇവിടെ വന്നില്ലേ, എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇതിങ്ങനെ കൂട്ടി വരച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു ചിത്രം ബുക്കിലോട്ട് വരയ്ക്കാൻ പറ്റും. ഇനി ഇത് അടുത്ത ചിത്രമാണെങ്കിലോ, അടുത്ത ചിത്രം ഒരു വൃത്തം വരയ്ക്കുക. 4 സെൻറ്റി വൃത്തത്തിൻ്റെ കേന്ദ്രം തന്നിട്ടില്ല അല്ലേ. ഇവിടെ എന്താണ്, വൃത്തത്തിൻ്റെ ആരം തന്നിട്ടില്ല, വൃത്തത്തിൻ്റെ കേന്ദ്രം തന്നിട്ടുണ്ട്, പക്ഷേ ആരം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ തൊടുവരയാണ് വരച്ചിരിക്കുന്നത്. പുറത്തൊരു ബിന്ദുവുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെയും 2ഉം 4ഉം ആണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ 2ൻ്റെ പകുതിയാണ്, ഇരട്ടിയാണ് 4. ഇവിടെ കണ്ടില്ലേ, ഇത് 90ആണ്. ഇപ്പോൾ 90ൻ്റെ എതിർവശം 4, 4ൻ്റെ പകുതിയാണ് 2. ഇപ്പോൾ ഇവിടെ 30:60:90 എന്ന കോണളവാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഒരു 4 സെൻറ്റിമീറ്റർ വെറുതെ ഒരു ലൈൻ വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ അവിടെ നിന്ന് എന്ത് ചെയ്യുക, അവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇത് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഇവിടെ കൂടെ ത്രികോണം വരയ്ക്കും. അങ്ങനെ ഇങ്ങനെ ആദ്യം 4 സെൻറ്റിമീറ്റർ, പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആദ്യം ഈ 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നതിന് മുമ്പ് 2 സെൻറ്റിമീറ്റർ വരയ്ക്കുക. ഒരു ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുക. ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ അറ്റത്ത് നിന്ന് 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. അപ്പോൾ അത് അങ്ങനെ നീളത്തിൽ ഇങ്ങനെ വരയ്ക്കും അല്ലേ, 90 ഡിഗ്രി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ലംബം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ 90 ഡിഗ്രി വരുന്ന രീതി വരയ്ക്കുക. അപ്പോൾ അങ്ങനെയല്ലേ. എന്നിട്ട് ഈ അറ്റത്ത് നിന്ന് കോമ്പസ് എടുത്തിട്ട് 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി ഇവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ വരയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ 30:60:90. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, 90ൻ്റെ എതിരെ 4, 30ൻ്റെ എതിരെ 2, ആ രീതിയിൽ കണക്കാക്കുക. ചെറിയ വശമാണിത്. അപ്പോൾ അതിൻ്റെ എതിരെയുള്ള വശം 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇത് എത്രയായിരിക്കും, 60 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. 4 സെൻറ്റിമീറ്റർ ഒരു ജസ്റ്റ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 60 ഡിഗ്രിയിൽ ഒരു 2 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് 30 ഡിഗ്രിയിലും വരയ്ക്കുക. രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടുന്ന് ഈ ഒരളവ് ആരമായിട്ടെടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു ഇതേപോലെ തന്നെ ഒരു ഇത് വന്നൊക്കെ പ്രവർത്തനം. ഒരു വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ 2 അറ്റത്തിൽ നിന്ന് വരയ്ക്കുന്ന തൊടുവരകൾ സമാന്തരം. ഇപ്പോൾ വ്യാസം, ഇതാണ് വ്യാസം. അപ്പോൾ അതിൻ്റെ അറ്റത്ത് നിന്ന് വരയ്ക്കുന്ന 2 തൊടുവരകൾ. ഇപ്പോൾ നമുക്ക് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ വരച്ചാൽ നമുക്കറിയാം ഇത് തമ്മിൽ 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇത് എത്രയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. ഇപ്പോൾ 2 സമാന്തര വരയ്ക്ക്, അതായത് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇവിടെ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ 90 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചാൽ എത്രയായിരിക്കും, അത് രണ്ടും സമാന്തരമായിരിക്കും. കണ്ടില്ലേ, അതായത് BAP ഇത് തന്നിട്ടുണ്ട്, മറുകോണുകളും തുല്യമാണ്. ഇപ്പോൾ AP എന്ത് ചെയ്യും, BQന് സമാന്തരമായിരിക്കും. ഇതൊക്കെ ജസ്റ്റ് അതേപോലെ ഉള്ളൂ. ഇനി അടുത്ത പാട്ട് എന്താണ്, പുറത്തു നിന്ന് ഒരു വര വരയ്ക്കുന്നു. അതുപോലെ അടുത്ത ഭാഗമാണ് പുറത്തു നിന്ന് വരയ്ക്കുന്ന ഒരു വൃത്തം വരച്ചിട്ടും അതിൻ്റെ പുറത്തു നിന്ന് ഒരു ബിന്ദു, ആ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് എത്ര തൊടുവര വരയ്ക്കാം, 2 തൊടുവര മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ പുറത്തൊരു ബിന്ദുവിൽ നിന്ന് എന്ത് ചെയ്യാം, വൃത്തത്തിലേക്ക് 2 തൊടുവര മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തൊടുവര വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഇവിടെ കണ്ടില്ലേ, ഈ ഒരു
ഇതാണ് ഒരു ലൈന്, ഇതൊരു ലൈന്, ഇതൊരു വര, ഇതൊരു വര. അപ്പോൾ ഇത് എത്ര സൈഡായി? 4 സൈഡും 4 കോണുമായി. അപ്പോൾ 4 സൈഡും 4 കോണുമാണെങ്കിൽ എന്താണ്? ഇതൊരു ചതുർഭുജമായിരിക്കും. ഇതെന്ത് ചതുർഭുജമാണ്? ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, എതിർ കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര ഇടുന്നുണ്ട്? 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് ഈ കോണും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. അപ്പോൾ നമുക്ക് ഇതെന്തുകൊണ്ടാണെന്നറിയാമല്ലോ. ഇത് ആരം, ഇത് തൊടുവര, ഇതാരം, ഇത് തൊടുവര. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കോണുകൾ രണ്ടും 180 ഡിഗ്രിയാണ്. 90 കൂട്ടുമ്പോൾ പിന്നെ ഈ തൊടുവര രണ്ടും എന്താണ്? ഈക്വലുമാണ് കേട്ടോ. ഒരു വൃത്തത്തിൻ്റെ പുറത്തു നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന തൊടുവരകൾ രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ മട്ടത്രികോണം ഉണ്ടാകുന്നു. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ ഒരു ഇതിൽ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഒരു മട്ടത്രികോണമാണ് ഉണ്ടാകുന്നത്. ഇതാണ് ആരം, ഇതാണ് കർണം, അത് മട്ടത്രികോണമായിരിക്കും. നമ്മുടെ ഒരു വൃത്തവും ഉണ്ട്. വൃത്തത്തിന് പുറത്തൊരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 തൊടുവരയും വരയ്ക്കുന്നു. അപ്പോൾ നമ്മുടെ വൃത്തവും പുറത്തു നിന്ന് തൊടുവരയും വരയ്ക്കുന്നു. വരച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോണ് ഞാൻ വേറൊരു പേജിലോട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഒരു ഇതാണ് വൃത്തത്തിൻ്റെ സെൻറ്ററാണെന്ന് ഓർക്കുക. ഇത് പി എന്ന ബിന്ദുവിൽ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്നു. പി എയും പി ബി എന്ന് പറയുന്ന 2 തൊടുവരകൾ. ഇനി ഈ വൃത്തത്തിൻ്റെ ഈ ഒരു നമ്മൾ ചക്രീയ ചതുർഭുജമാണെന്ന് പഠിച്ചു. ഇപ്പോൾ നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ ഒരു കാര്യം പഠിക്കുന്നുണ്ട്. അതായത് വൃത്തത്തിൻ്റെ ഒരു ചാപത്തിൻ്റെ ബിന്ദുക്കളിലുള്ള കേന്ദ്രകോണിൻ്റെ പകുതിയായിരിക്കും മറുകണ്ഠത്തിലുള്ള കോണെന്ന്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടുത്തെ ഈ ഒരു സെൻറ്ററിലെ ഇവിടുത്തെ ഒരു കോണിൻ്റെ പകുതിയായിരിക്കും. ഈ കോണ് 50 അല്ലെങ്കിൽ 80 ആണെങ്കിൽ 80 ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? 40 ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഇത് തമ്മിലൊരു ജോയിൻ ചെയ്താൽ ഇവിടെ ഈ ഇത് രണ്ടും ജോയിൻ ചെയ്താൽ ഇതൊരു ഞാണാണ്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കോണ് ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ ഈ 2 കോണുകളും, അതായത് തൊടുവരയും ഈ ഞാണിൻ്റെയും ഇടയ്ക്കുള്ള ഈ 2 കോണുകൾ എന്താണെങ്കിലും തുല്യമായിരിക്കുമല്ലോ. നോക്കിക്കേ, ഇത് രണ്ടും ഈക്വലാണ്. പി എയും പി ബിയും ഈക്വലാണ്. അപ്പോൾ അതിൻ്റെ എതിരെയുള്ള കോണുകളും ഈക്വൽ അല്ലേ? ഇതൊരു സമപാർശ്വ ത്രികോണം അല്ലേ? അപ്പോൾ ഇത് ഈക്വലാണ്, ഇത് ഈക്വലാണ്. ഇപ്പോൾ ഇത് രണ്ടും എന്താണ്? ഈ എക്സിന് തുല്യമായിരിക്കും, ഈ ഒരു കോണിന് തുല്യമായിരിക്കും. അതായത് ഒരു വൃത്തത്തിൻ്റെ ഒരു ഞാണും തൊടുവരയും തമ്മിലുള്ളൊരു കോണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ഇത് വന്നാൽ ഈ ഞാണും ഇങ്ങനെ വരച്ചാൽ ഈ ഞാണും ഈ തൊടുവരയും തമ്മിലുള്ള ഈ കോണും തമ്മിൽ തുല്യമായിരിക്കും. ഇവിടെ ഇപ്പം 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 40 ആയിരിക്കും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട് കേട്ടോ. ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അത് 40 ആയിരിക്കും, ഇതും 40 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കേന്ദ്രകോൺ എത്രയായിരിക്കും? 40. ഈ 40ൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഇവിടുത്തെ കോണ്, 80 ആയിരിക്കും. ഇത് 80 ആണെങ്കിൽ ഇത് 80 ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? അത് 100 ആയിരിക്കും. അങ്ങനൊരു റിലേഷനുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു തൊടുവരയും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വൃത്തത്തിൻ്റെ തൊടുവര, ഇപ്പോൾ തൊടുവരയും ഒരു ഞാണും, ഇപ്പോൾ തൊടുവരയും ഞാണും. ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോണും ഇവിടെ വരുന്ന ഈ കോണും തുല്യമായിരിക്കും. കണ്ടില്ലേ? അതായത് ഇവിടുത്തെ ഈ ഒരു കോണും ഇവിടെ നിന്ന് മറുചാപത്തിലുണ്ടാകുന്ന കോണും എത്രയായിരിക്കും? മറുകണ്ഠത്തിലുണ്ടാകുന്ന കോണും തുല്യമായിരിക്കും. ഇത് 30 ആണെങ്കിൽ കണ്ടില്ലേ? നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വന്നാൽ ഈ കോണും അതിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഈ കോണും തുല്യമായിരിക്കും. ഈ കോണും ഇവിടുന്ന് ഇങ്ങനൊരു കോൺ വന്നാൽ ഈ കോണും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതുപോലെ തന്നെയാണ് അതിൻ്റെ
ഈ ഒരു വൃത്തത്തിൽ തന്നെ മറ്റൊരു ഈ വൃത്തത്തിലെ ഞാണും തൊടുവരയും തമ്മിലുള്ള കോണ്, ഈ കോണാണെങ്കിലോ അതിൻ്റെ മറുചാപത്തിലുണ്ടാകുന്ന ഈ കോണുമായിരിക്കും തുല്യമായിരിക്കും. വീഡിയോ 2-3 പ്രാവശ്യം കാണുക, അപ്പം ക്ലിയർ ആയിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആവും, നന്നായിട്ട് കാണും. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളതാണ്, ഈ വൃത്തത്തിന് ഒരു തൊടുവരകൾ ചേർന്നിട്ട്, ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടായ ചതുർഭുജം. അപ്പോൾ ചതുർഭുജത്തിൻ്റെ ഈ ഒരു ചതുർഭുജത്തിൻ്റെ അകത്താണ് ഈ അന്തർവൃത്തം വന്നിരിക്കുന്നത്. പരിവൃത്തം അന്തർവൃത്തം നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു ചതുർഭുജത്തിൻ്റെ 4 വശങ്ങളിലൂടെ കടന്നു പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വൃത്തമുണ്ട്, കണ്ടില്ലേ? വൃത്തമുണ്ട്. വൃത്തത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വശവും ഈ ഒരു വശവും ഇത് കണ്ടില്ലേ, ഒരു ബിന്ദുവിൽ നിന്നുണ്ടായതല്ലേ. ഇപ്പോൾ രണ്ടും തുല്യമാണ്. അതുപോലെ തന്നെ ഈ വശവും തുല്യമാണ്. പിന്നെ അതുപോലെ ഈ വശവും തുല്യമാണ്, ഈ വശവും തുല്യമാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകൾ തമ്മിൽ, അതായത് സി ഡിയും എ ബിയും തമ്മിൽ കൂട്ടുന്നതായിരിക്കും ഇതും എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള ഇത് രണ്ടും കൂടെ കൂട്ടുക. ഈ 2 നീളവും ഇവിടെ ഇപ്പം ഉദാഹരണമായിട്ട് പറയാം. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 3 ആണെന്നിരിക്കട്ടെ. ഇവിടെ 5ഉം ഇവിടെ 3ഉം. അപ്പോൾ 5ഉം 3ഉം കൂട്ടുമ്പോൾ എത്രയാണ്? 8 ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും അന്നേരം നമ്മൾ 5ഉം 3ഉം കൂട്ടുമ്പോൾ 8. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ഒരു 6ഉം ഇവിടെ 2ഉം ആയിരിക്കും. കണ്ടില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. അതുപോലെ തന്നെയാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 8 കിട്ടും. ഇപ്പോൾ ഒരു വൃത്തത്തിലെ 4 ബിന്ദുക്കളിലൂടെയുള്ള തൊടുവരകൾ ചേർന്നുണ്ടാകുന്ന ചതുർഭുജത്തിന് എതിർവശങ്ങളുടെ തുക തുല്യമായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കൂട്ടിമുട്ടുന്ന 2 വരകളെ തൊടുന്ന വൃത്തങ്ങളുടെ എല്ലാം കേന്ദ്രങ്ങൾ വരകൾ ചേർന്നുണ്ടാകുന്ന കോണിന് സമഭാജിയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇതുണ്ടല്ലോ, ഇങ്ങനൊരു ബിന്ദുവിലൂടെയുള്ള പുറത്തെ ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന 2 തൊടുവരകൾ. അപ്പോൾ ഈ 2 വരകൾ തമ്മിൽ ഏത് വൃത്തം വരച്ചാലും ഇതിൻ്റെ ഇടയ്ക്കുള്ള 2 വൃത്തങ്ങളാണെങ്കിൽ ഇങ്ങനെ കുറേ വൃത്തങ്ങൾ വരച്ചാൽ ഈ ലെങ്ത് വെക്കലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പുറത്തുനിന്ന് ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്ന വരകൾ തുല്യമായിരിക്കുമല്ലോ തൊടുവരകൾ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഒരു സമഭാജി വരച്ചാൽ, ഈ ഒരു വര വരച്ചാൽ ഈ ഒരു വര എന്ത് ചെയ്യും? ഇതിന് പകുതിയായിട്ടാണ് വരച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം സെൻട്രൽ കൂടി, വൃത്ത കേന്ദ്രത്തിൽ കൂടിയായിരിക്കും കടന്നു പോകുന്നത്. ഇതിൻ്റെയൊക്കെ വൃത്ത കേന്ദ്രത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഏത് ത്രികോണത്തിലും കോണുകളുടെ സമഭാജികളെല്ലാം ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ അർദ്ധവൃത്തം എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ഇതാണ് അത് പറഞ്ഞേക്കുന്നത്. ഏതൊരു ഇവിടെ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരു ത്രികോണമാണ്. ഇതാണ് ഇതിൻ്റെ ത്രികോണത്തിൻ്റെ അന്തർവൃത്തമാണ്, അകത്തുള്ള വൃത്തമാണ്. അപ്പോൾ ഈ കോണിൻ്റെ സമഭാജി, ഈ കോണിൻ്റെ സമഭാജി രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നതായിരിക്കും ഈ സർക്കിളിൻ്റെ കേന്ദ്രബിന്ദു. അപ്പോൾ ഇനി കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഉള്ള അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, ബൈ. എന്നാലും നന്നായിട്ട് ചെയ്ത് നോക്കുക.